ഞണ്ട് എന്ത് സെഞ്ഞു ഞണ്ട് പറ നമുക്കൊന്ന് ചടപടിയിൽ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ പൊട്ടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായ തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ എടുത്തു വെക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാവുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ആ സംഭവം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. നല്ലപോലെ അത് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അടുത്ത പരിപാടി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കലാന്ന്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കാണുമ്പം തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. പുളിവെള്ളം പിന്നെ നമുക്കങ്ങ് ഒഴിച്ചുകൂടാൻ പറ്റൂലല്ലോ. അത് നല്ല കട്ടിക്കങ്ങ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തോട്ടാ. പിന്നെ നമ്മുടെ ഞണ്ടുകുട്ടന്മാരെ നല്ല ക്ലീനാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കാണാൻ എന്തൊരു മഞ്ചാന്നല്ലേ. ആഹാ, അതും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഞണ്ട് കിട്ടിയിട്ടെങ്കിൽ ചട്ടവടേന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ അത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്